എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ആൽഫബറ്റ് റീഡിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫീലിങ്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഓണസ്റ്റ്, ട്രൂ, ഡീപ്പ് ഫീലിങ്സ് ഫോർ യു, നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, ആൽഫബറ്റ്സ് വെച്ച് നോക്കിയിട്ട് ഒരുപാട് നാളായി അല്ലേ? അപ്പോൾ ഇന്നങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ, അധികം വൈകിക്കുന്നില്ല, കാരണം ലോങ് വീഡിയോ ആണ്. ഇപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ഓർക്കുക, ഇതൊരു ടൈംലെസ് കളക്റ്റീവ് ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. ഇതിൽ ഓരോ സെറ്റ് കാർഡ്സ് വരുന്നത് ഓരോരുത്തരുടെ ആയിരിക്കും. ഞാനത് അതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് ഞാൻ രാശികളും കൂടെ പറയുന്നുണ്ട്. രാശികൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പ്രബലമായിട്ട് കൂടുതലായും കണക്ട് ചെയ്ത രാശികളാണ് ഈ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് അത് മറ്റ് രാശിക്കാർക്ക് ബാധകമല്ല എന്നർത്ഥമില്ല. ഓക്കെ, ഈ രാശിക്കാർക്ക് മാത്രമാണ് അത് ബാധകം, അങ്ങനെയല്ല. കൂടുതൽ പേര് കണക്റ്റ് ആയത് ആ രാശികളിലാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, അയ്യോ എൻ്റെ രാശി വന്നില്ലല്ലോ, അല്ലെങ്കിൽ പേഴ്സൻ്റെ രാശി വന്നില്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട. എല്ലാം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഓക്കെ, ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCD തുടങ്ങിയ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഒന്ന് പറഞ്ഞു തരും. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കാനേ ഏസ് ഓഫ് വാൻഡ്സ്, വാവ്, ദ ഫൂൾ, Six of Pentacles, Star, Four of Wands, wow, good. Seven of Cups, ശരി. Lovers, Sun, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന Four of Pentacles മതി, കാരണം അടുത്ത രണ്ട് ഗ്രൂപ്പ് കൂടെ നമുക്ക് 2-3 ഗ്രൂപ്പ് നോക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് നീണ്ടുപോയാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്ന് താങ്കളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദ ഫൂൾ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ട് വെച്ചതാൽ മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം, അതേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് ഒരു കുടുംബത്തിലേക്ക് കുടുംബം ഫോം ആക്കണം നിങ്ങളുമായിട്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഒരു മനുഷ്യൻ എപ്പോഴാണ് എടുക്കുക? അതായത് 2 പേരും തന്നെ ഒരു ഫാമിലി ആകുമ്പോഴാണ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി അവിടെ എടുക്കുക അല്ലേ? അത് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരെടുക്കണം, അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ലക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ലക്കി ചാമാണ് നിങ്ങൾ. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഫോർ ഓഫ് വാൻസ് വെച്ച് പലർക്കും അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രപ്പോസൽ, ഒരു ലവ് അക്സെപ്റ്റൻസ്, ഓക്കെ, സ്നേഹം എന്ത് അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ ആവട്ടെ, കല്യാണമാവട്ടെ, അങ്ങനെ എന്തോ ഒരു നല്ല ഇവൻ്റ് നടക്കാൻ പോകുന്നു എന്നും കാണുന്നുണ്ട്. കാരണം 11 കാർഡാണ് ഫോർ ഓഫ് വാൻസ് കേട്ടോ. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, ന്യൂ ബിഗിനിങ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡേ ഡ്രീമിങ് എനർജിയിലാണ് എന്ന് കാണുന്നു. അതായത് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നും അവിടെ കാണുന്നുണ്ട്. ലവേഴ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. അത് മ്യൂച്വൽ ലവായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. പരസ്പര സ്നേഹമായിട്ടാണ് അവിടെ കാണുന്നത്. ദ സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താ പറയുക, വെളിച്ചം കൊണ്ടുവന്നൊരു വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ തളർന്നു നിന്നൊരു സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് ഒരു വഴി കാണിച്ച് താങ്ങും തണലുമായിട്ട് നിന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് അവർക്ക് സ്നേഹത്തോടൊപ്പം ഒരുപാട് റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ. ഈ നിങ്ങളുടെ ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ പ്രകാശം, ഈ പോസിറ്റിവിറ്റി അവർക്ക് ജീവിതം മുഴുവൻ കൂടെ വേണം എന്നവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് കാണുന്നു. ഇത് എപ്പോഴും കാണുന്നുണ്ട് അല്ലേ നമ്മളുടെ റീഡിങ്ങിൽ, ഈ പൊസസീവ്നെസ്
ഇൻസെക്യൂരിറ്റി ഒക്കെ എപ്പോഴും കാണുന്നുണ്ട് നമുക്ക്. അപ്പം നിങ്ങൾ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യുന്നതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഷെയർ ചെയ്യുക ഇൻ ദ സെൻസ്, നിങ്ങളിപ്പോൾ ഒരു ആരെങ്കിലുമായിട്ട് ഒരു പരിധി കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരാളുടെ കാര്യം തുടർച്ചയായിട്ട് അവരോട് സംസാരിച്ചു, അതുപോലെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട രാശികൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഫുൾ ഏരീസ് മേടരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അക്വേറിയസ് കുംഭരാശി, ചിങ്ങരാശി ലിയോ, ലവേഴ്സ് വെച്ച് മിഥുന രാശി ജമനായി, കപ്സിൻ്റെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. വോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, ഇത്രയും രാശികളാണ് ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. ഡിവൈൻ പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. പേഴ്സൺസ് ഫീലിങ്സ് ഫോർ ABCDEF പേരുകളുള്ളവരുടെ ഇതാണ് നമുക്ക് വേണ്ടത്, ഫീലിങ്സാണ് വേണ്ടത്. 3 ഓഫ് കപ്സ്, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുള്ളവർ മാത്രം ഇത് എടുക്കുക കേട്ടോ. എന്ത് തന്നെ ആയാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ കുറച്ച് ബോധർ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, 4 പേരുടെ ഇടയിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, ഒരു ഇവൻറ്റിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, നിങ്ങളെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഇവർക്ക് വളരെ തീവ്രമായിട്ടുള്ളതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് ഇതിൻ്റെ 2ൻ്റെ ഒരു പ്രതീകമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റില്ല അവിടെ. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അപ്ഡേറ്റ്സ് ആവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, വേറെ എന്ത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിലും അവിടെയൊക്കെ ഇവരുടെ ഒരു കണ്ണുണ്ട്. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇവർക്ക് കൃത്യമായൊരു ധാരണ സൂക്ഷിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഓക്കെ, 2 കാർഡ് കൂടി എടുത്തിട്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം കേട്ടോ. ലോങ് വീഡിയോ ആയ എഡിറ്റിങ്ങിന് സമയമെടുക്കും. സമോ കാർഡ്സ്, ചാരിയറ്റ്, എന്ത് തന്നെ ആയാലും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായാലും പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് അവർ നിശ്ചയിച്ചുറപ്പിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത് എന്നതിൻ്റെ കൺഫർമേഷനാണ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, സ്നേഹം എന്തായാലും ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത് അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ കണ്ടത്. ഓക്കെ, ഓൾ ഓവർ ഒരു വളരെ പോസിറ്റീവ് ഫീലിങ്സ് തന്നെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാമോ? ബാക്കിയുള്ള രാശികൾ പറഞ്ഞില്ല അല്ലേ, അങ്ങോട്ട് പറഞ്ഞിട്ട് പോകാം. കപ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശി. ഓക്കെ, ഇത്രയും രാശികളാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ കണക്റ്റ് ആയത് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് നമ്മൾ പറഞ്ഞിട്ട്. ഇടയ്ക്ക് ചിലപ്പോൾ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക കേട്ടോ. കാരണം ഇത് നടക്കുകയാണ്, റെനോവേഷൻ വർക്ക് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടുള്ള ചില ശബ്ദങ്ങൾ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, എടുക്കുകയാണ്. ഏസ് ഓഫ് കപ്സ്, വാവ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, ശരി. മജീഷ്യൻ, 8 ഓഫ് പെൻറ്റക്കിൾസ്, ശരി. ഹൈ പ്രീസ്റ്റസ്, എന്ത് പറ്റി? ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു കളിയാണല്ലോ ഇത്. ക്വീൻ ഓഫ് കപ്സ്, ശരി. സ്ട്രെങ്ത്, കിങ് ഓഫ് കപ്സ്, ഓക്കെ. 7 ഓഫ് പെൻറ്റക്കിൾസ്,
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും. ഈവനിങ് ഡ്യൂട്ടീസ്, നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സമയം കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, വേൾഡിൻ്റെ വേറെ ഭാഗത്തായിരിക്കും. അപ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് അവർ നിങ്ങളെ പ്രതി ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അത്രയും സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അതോടൊപ്പം തന്നെ സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവിലും കൂടി അവർ കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയിൽ എസ്പെഷ്യലി സേവിങ്സ് മുതലായ കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം സ്വയം സെറ്റിലായാൽ മാത്രമേ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്ത് സേവിങ്സ് ഒക്കെ ആയി കരിയറിൽ നല്ല രീതിയിൽ വരണം. അപ്പോഴല്ലേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തരാൻ പറ്റുള്ളൂ. അതിലവർ കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. നിങ്ങളെപ്പറ്റി തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് ഇവർ ജോലി ചെയ്യാവട്ടെ, സെൽഫ് കെയർ ചെയ്യട്ടെ, എന്ത് തന്നെ ആവട്ടെ, എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കും കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വീണ്ടും 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെയും കുറിച്ച് അവർ വളരെ ബോധവാനാണല്ലേ, ബോധവതിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. സ്നേഹം എല്ലാം അവിടെ പ്രോപ്പറായിട്ടുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്, അതവർ മറന്നിട്ടില്ല. അതിനെപ്പറ്റിയും അവർ ഈക്വലായിട്ട് ചിന്തിക്കുന്നതായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രിസ്റ്റസ് വെച്ച് നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും എന്താ പറയുക, ഒക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ടാരോ റീഡിങ്സ് ഒരുപാട് കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടാവും, ഇവർ കാണുന്നുണ്ടാവും, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു റീഡിംഗ് എടുക്കുകയോ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു റീഡിംഗ് എടുക്കുകയോ എന്തോ അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂറ്റീവ് ആയിട്ടൊരു പേഴ്സൺ ആണെന്ന് ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണെന്നും ഇവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല. ചിലപ്പോൾ തോന്നും ഭയങ്കര സ്നേഹമാണ്, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളൊരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് കാരണം ഞാൻ ഇത് രണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളും ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഇവരെ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വളരെ നല്ല രീതിയിലുള്ളൊരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ തരുന്നുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങനെ പുറമേക്ക് കാണിക്കുന്നൊന്നുമല്ല, ഉള്ളിൽ തട്ടിയ സ്നേഹം തന്നെയാണ്, അതാണ് പറയാൻ വന്നത് കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചും പുറത്ത് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാണ് എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക് താങ്കളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ ജോലിയിലുമായിരിക്കാം, നിങ്ങളുമായിരിക്കാം. ഓക്കെ, ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് കാണുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരിക്കുമോ എന്തെങ്കിലുമാണ്, അതിലും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. രാശികൾ ഞാൻ പറഞ്ഞില്ല അല്ലെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. ടോറസ് ഇടവരാശി, പെൻറ്റക്കിൾസ് ആണ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഹൈ പ്രീസ്റ്റസ് മീനരാശി, പൈസസ്. കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്ട്രെങ്ത് ലിയോ, ചിങ്ങരാശി. കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ ഫീലിങ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിന് വേണ്ടി കുറച്ച് കാർഡ്സ് കൂടി തരൂ. GHIJ KL തുടങ്ങിയ അക്ഷരങ്ങളുള്ള പേരുകാരാണ് ഇവർ. സം മോർ കാർഡ്സ് പ്ലീസ്. ഓക്കെ, വേൾഡ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടൈം ഡിഫറൻസ് കാണിക്കുന്നുവെന്ന്. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തിരുന്ന് ആ സമയത്ത് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് അവിടെ കാണുന്നു. നിങ്ങളെക്കുറിച്ച് വളരെ ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട്
കാണുന്നു കേട്ടോ. ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അവരിയ്ക്കുകയാണ്. ലവേഴ്സ് ഒരുപാട് സ്നേഹം തന്നെയാണ്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ തന്നെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഇവർ നിങ്ങളെ പ്രതി ഫിസിക്കലിയും അട്രാക്റ്റഡ് ആണ് കേട്ടോ. കാരണം ഡെവിളും ലവേഴ്സും ഒന്നിച്ച് വരുമ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള ഇത് നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്പൗസ് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നതുമായിരിക്കാം. ഓക്കെ, 2 കാർഡ് കൂടെ എടുത്തിട്ട് അത് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും. ഇപ്പോൾ കണക്റ്റ് ആയത് ഡെവിൾ കാപ്രിക്കോൺ മകര രാശി, ലവേഴ്സ് ജെമിനായി മിഥുന രാശി. കുറച്ച് കാർഡ്സ് കൂടി തരൂ, 2 കാർഡ്സ് കൂടി തരുവാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും. കിങ് ഓഫ് വാൻസ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ പ്രതി അട്രാക്റ്റഡുമാണ്. നിങ്ങൾ രണ്ടുപേരും തന്നെ അത്യാവശ്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. പെട്ടെന്ന് ആൾക്കാരെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരാൻ ഒക്കെ പ്രാപ്തിയുള്ള മനുഷ്യരാണ്. നിങ്ങൾ രണ്ടുപേരും കാണാനും നല്ല ആൾക്കാരായിരിക്കണം കേട്ടോ. നല്ല പെരുമാറ്റമായിരിക്കും. മറ്റുള്ളവരെ സംസാരിച്ച് എന്താ പറയുക, സംസാരത്തിൽ കൂടി ആൾക്കാരെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും. ഇവരും ആ ഒരു കഴിവിൽ, നിങ്ങളുടെ വോയിസ് സ്വീറ്റ് ആയിരിക്കും, നല്ല നല്ല ശബ്ദമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെന്താണ്, പെട്ടെന്ന് നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനത്തെ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക പ്രത്യേകതകളുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സണും. ഓക്കെ, ഇവരും നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് എന്ന് തന്നെ കാണുന്നു. ബഹുമാനം കലർന്ന അട്രാക്ഷനാണ് അവിടെയും കാണുന്നത്. വീണ്ടും 4 ഓഫ് പെൻറ്റക്കിൾസ്, പൊസസീവ്നെസ് വീണ്ടും കാണുന്നു. നിങ്ങളെ പ്രതി ഒരു ഹൈലി പൊസസീവാണ്. കാരണം കഴിഞ്ഞ ഗ്രൂപ്പിലും ഈ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പൊസസീവായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളെ മറ്റാർക്കും കൊടുക്കില്ല, അവരുടെ മാത്രമാണ് നിങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആകെ മൊത്തം ഈ ഗ്രൂപ്പുകാരുടെയും നല്ല ഫീലിങ്സ് തന്നെ ആയിരുന്നു. ഇവർ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്, ജോലിയിലും സേവിങ്സിലും ഒക്കെ കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നതായിട്ട്. കാരണം അതും വേണം അല്ലേ, പ്രാക്ടിക്കാലിറ്റിയും വേണം അത്യാവശ്യം. സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഒരുപാട് കേട്ടോ. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ലാസ്റ്റിലത്തെ 2 വോൺസും പെൻഡക്കിൾസും ആണ് വന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരുണ്ട്. ആദ്യത്തെ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഒക്കെ ഷഫ്ലിംഗ് മുഴുവനായില്ല, ഞാൻ എടുക്കുന്നില്ല കേട്ടോ. MNOPQRS തുടങ്ങുന്നതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരുണ്ട്. ആദ്യത്തെ അക്ഷരം അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. ഓക്കെ, എടുക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഗുഡ്. എടുക്കുകയാണേ. ലവേഴ്സ്, ഇതിപ്പോൾ എല്ലാ ഗ്രൂപ്പിലും തീർച്ചയായിട്ടും അത് വരുമല്ലോ അല്ലേ. ഡബിൾ Knight of Cups, Page of Cups, very good. Page of Wands, oh, message call എന്നൊക്കെയാണല്ലോ കാണുന്നത്. 9 of Cups, The Fool. എല്ലാവർക്കും നല്ല രീതിയിലാണ് കണക്റ്റ് ആവുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് മജീഷ്യൻ കേട്ടോ. നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു അല്ലേ. ബ്യൂട്ടിഫുൾ. ലവേഴ്സ് വെച്ചിട്ട് എന്താണ്, ലവേഴ്സ് വെച്ചിട്ട് ദേ ലവ് യു അല്ലേ. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. ഈ ഇപ്പോൾ പരിചയപ്പെട്ടതൊന്നുമല്ല, നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് ഒബ്സെസ്ഡ് തിങ്കിങ് ആണ് നിങ്ങളെക്കുറിച്ച്. ഉറങ്ങാതെയൊക്കെ എണീറ്റിരുന്ന് ചിന്തിക്കേണ്ടാവും. ഓക്കെ,
നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. ചിന്തകൾ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇടയ്ക്ക് നെഗറ്റീവ് തോട്ട്സും വരുന്നുണ്ട് കേട്ടോ. നെഗറ്റീവ് തോട്ട്സ് വരെ അതിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തിട്ട് സ്നേഹമാണ് വലുത് എന്ന് തോന്നും. അങ്ങനെ പോകുന്നതായിട്ട് നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷനും ഇവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവർ എന്നവർക്ക് ഒരു തോന്നലുണ്ട്. അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു മനസ്സുകൊണ്ടൊരു 100 തവണ ക്ഷമ അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് സമാധാനിപ്പിക്കണം, ഒരു മെസ്സേജ് അയക്കണം, സമാധാനിപ്പിക്കണം, വീണ്ടും കോണ്ടാക്റ്റിൽ വരണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. സ്നേഹമായിട്ട് സംസാരിക്കണം, സ്നേഹമായിട്ട് മെസ്സേജ് അയക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പേജിൻ്റെ 2 കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്റ്റാറ്റസ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെയൊക്കെ ആക്റ്റീവ് ആണോ അവിടെയെല്ലാം ഇവരുടെ ശ്രദ്ധ പതിയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ വെയർഅബൌട്ട്സ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചീത്ത രീതിയിലുള്ള ഒരു സ്റ്റോക്കിംഗ് ഒന്നുമല്ല, നിങ്ങൾ നന്നായിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ അവർ നോക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. എന്തൊക്കെ തന്നെ ആയിരുന്നാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. 1-2 കഴിവുകളൊന്നുമല്ല, ഒരുപാട് കഴിവുകൾ എന്താ പറയുക പോക്കറ്റ് വെച്ചിരിക്കുന്ന മനുഷ്യരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീയായാലും പുരുഷനായാലും കേട്ടോ. അങ്ങനെയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകം അവരെ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. ചിന്തകൾ ഒരുപാട് ഇവർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നവും അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ രാശികൾ പറഞ്ഞിട്ട് അടുത്ത കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ലവേഴ്സ്, മിഥുന രാശി, ജെമിനി. ഡെവിൾ, കാപ്രിക്കോൺ, മകര രാശി. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വാൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു. ഫൂൾ, മേട രാശി, ഏരീസ്. മജീഷ്യൻ, ടോറസ്, ഇടവ രാശി. Divine, please give me some more cards. Please give me some more cards, Divine. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്നൊപ്പിക്കുവാറസിൽ തുടങ്ങുന്നതാണ്. ഈ കാർഡ് എനിക്ക് ചിരി വരുന്നു കേട്ടോ. ഹൈ പ്രീസ്റ്റസ്. ഇതിപ്പോൾ എല്ലാ ഗ്രൂപ്പിലും വന്നല്ലോ ഈ ഹൈ പ്രീസ്റ്റസ്. എന്താണിത്? ഹാങ്ഡ് മാൻ. ശരി, അതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യുവേ എന്താണെന്നുള്ളത്. ക്വീൻ ഓഫ് വാൻസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ശരി, ടെമ്പറൻസ്. ശരി, ഇത് മതി. പിന്നെ വേണം 1-2 കാർഡുകൂടെ കൂടുതൽ ഇത് പറഞ്ഞു തീർന്നിട്ട് എടുക്കാം കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ഉള്ള ഒരാളാണ് എന്നിവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മിസ്റ്റീരിയസ് ആണെന്നും ഇവർക്ക് തോന്നാറുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുപോലെ. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും ഓക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ടാരോ അല്ലെങ്കിൽ ജ്യോതിഷം, ന്യൂമറോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓക്കൾട്ടിൽ വരുന്നതാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു റീഡിങ് എടുത്തിരിക്കാം, അല്ലെങ്കിൽ അവരെടുത്തിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്രീക്വൻ്റ്ലി അതായത് റീഡിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മീനരാശി, പൈസസ് രാശിയാണ് അവിടെ കാണുന്നത്. ഹാങ്ഡ് മാൻ, അവിടെ എന്താണ് ഹാങ്ഡ് മാൻ? ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. 6 ഓഫ് കപ്സ്, നിങ്ങളുടെ ഓർമ്മകളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ച് ഓർമ്മകളുണ്ട്. ഓക്കെ, നിങ്ങൾ ഇന്നും ഇന്നലെയും പരിചയപ്പെട്ടതൊന്നുമല്ല, 2-3 കൊല്ലത്തിൽ കൂടുതലൊക്കെ ആയിട്ട് നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്, ഓർമ്മകളുണ്ട്. ഓക്കെ,
ആ ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട്, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും റീലീവ് ചെയ്യാന്ന് പറയില്ലേ, എന്താ പറയുക, റിവൈൻഡ് ചെയ്ത് അത് തന്നെ ആ ഓർമ്മകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ലെറ്റ് ഞാൻ അന്ന് രാവിലത്തെ മെസ്സേജിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഐ എം സ്റ്റക്ക് ഇൻ വിഷൻസ് ഓഫ് എസ് ടുഗെദർ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ഫീലിംഗ് കേട്ടോ. നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു സമയമുണ്ടല്ലോ, അതിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, നിങ്ങളെ കാണാനും അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, വേറെ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ അവർക്ക് ബഹുമാനമാണ്. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർ കുറച്ച് ഫൈനാൻസ് സംബന്ധമായ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഫൈനാൻസ് കൈമാറ്റം നടന്നിട്ടുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടായിരിക്കും. പൈസ കൊടുക്കുക, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും സർവീസിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇവർ കോണ്ടാക്ട് ചെയ്തിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, എന്താ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സെയിൽസാണ് നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മക്കളെയോ അവരെയോ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അതിന് നമ്മൾ പൈസ വാങ്ങിക്കുമല്ലോ. അങ്ങനെ എന്തോ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നത്. ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്തോ കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് അവരൊരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ ഒരു പ്രാർത്ഥനകളിലും മെഡിറ്റേഷൻസും എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം കേട്ടോ. അത് നല്ലൊരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിച്ച് സമാധാനപരമായി അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് പൈസസ് മീനരാശി, ഹാങ്ഡ് മാൻ അഗെയിൻ മീനരാശി പൈസസ് തന്നെയാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ടെമ്പറൻസ് വന്നിട്ട് സാജിറ്റേറിയസ്, ധനുരാശി. 2 more cards. Divine, give me 2 more cards. Give me 2 more cards. Give me 2 more cards. ദ സൺ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ വെളിച്ചവുമായിട്ടാണ് അവരുടെ, അതായത് അവരൊന്ന് ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടേക്ക് ഒരു പ്രകാശമായിട്ടാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. ഈ നിമിഷം മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓവറോൾ ഇവിടെയും നല്ല ഫീലിങ്സ് തന്നെ ആയിരുന്നു അല്ലേ. അല്ലെങ്കിലും ഫീലിങ്സും എല്ലാം നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലത് തന്നെയാണ് എല്ലാവർക്കും കിട്ടാറുള്ളത്. അടുത്തൊരു ഗ്രൂപ്പ് കൂടെ നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. TUVWXYZ തുടങ്ങുന്നതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ്. ഓക്കെ, Ace of Wands, good. 7 of Swords, 120. Ace of Pentacles, ശരി. 3 of Wands, okay. Hermit, Moon,
King of Cups. Okay. Hierophant. ശരി. Ace of Cups ബോട്ടം ഓഫ് ദി ഡെക്ക്. ഒന്ന് രണ്ട് കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ കേട്ടോ. ക്ലാരിഫൈ 7 of Swords. ക്ലാരിഫൈ 7 of Swords. ക്ലാരിഫൈ 7 of Swords. Strength. Clarify 3 of Wands. Clarify 3 of Wands. Clarify 3 of Wands. Two of Cups. Okay, good. Clarify Hermit. Clarify Hermit. Clarify Hermit. ലവേഴ്സ്. ഓക്കെ, വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു, കാരണം ബാക്കി എല്ലാത്തിലും വന്നു. ഹെയറോഫൻറ്റും കൂടെ ഒന്ന് നോക്കട്ടെ. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. സോറി. ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹം തന്നെയാണ് പ്രബലമായിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് കേസ് തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ടായിരിക്കും. അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു റീയൂണിയൻ വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട്, ലവേഴ്സ് ആൻഡ് ഹെർമിറ്റ് വെച്ചിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവർ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെന്നും അറിയില്ലേ, അവിടെ അങ്ങനെ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടാണ് അവരവരുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെപ്പറ്റി തന്നെയുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. മൂൺ വെച്ചിട്ട് ഒരുപാട് മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു. കാരണം അവിടെ ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ ഒരു മിസ്സിങ് എനർജി വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് ഒരു ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ്, അവരവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുമോ എന്നൊരു ഭയം അവർക്ക് ഉള്ളതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്. 3 കാർഡ്സാണ് ലവിൻ്റേതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട് അല്ലേ. കിങ് ഓഫ് കപ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മനസ്സിൽ ഒരുപാട് സ്നേഹം വെച്ചിട്ട് അനങ്ങാതിരുന്ന് കളയും. ആക്ഷൻ ഒന്നും എടുക്കാതെ അങ്ങനെ അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, പ്രശ്നങ്ങൾ സോൾവായി വരാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ സോൾവായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ. കാരണം ചിലരുടെയെങ്കിലും പേഴ്സൺ മാരീഡ് ആണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കമ്മിറ്റഡ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മേജറായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഫൈനാൻസസ് അതെല്ലാം ഒരു ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു തടസ്സമായിട്ട് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. റിലീജിയസ് ബിലീഫ്സ് ആയിരിക്കാം, ഇവർ വഹിക്കുന്ന പദവിയായിരിക്കാം, അതെല്ലാം ഒരു തടസ്സമായിട്ട് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ പേരിൽ, അതായത് ഇതിൽ എന്ത് കേസ് തന്നെ ആയാലും അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടൊരു 100 വട്ടം നിങ്ങളുടെ അടുത്ത് ക്ഷമാപണം അവർ ചോദിക്കുന്നുമുണ്ട് കേട്ടോ. അവരുടെ തെറ്റൊക്കെ അവർ മനസ്സിലാക്കേണ്ടത്, തെറ്റ് മാത്രമല്ല തടസ്സങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, കപ്സ്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ലിയോ, ചിങ്ങരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം,
ലവേഴ്സ് ജെമിനി, മിഥുന രാശി, ഹെർമിറ്റ് വിർഗോ, കന്നി രാശി, മൂൺ പൈസസ് മീന രാശി, കപ്സ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, ഹെറഫൻ ടോറസ് ഇടവ രാശി. ഓക്കെ, ഇത്രയായിരുന്നു ഇവിടെ ഇതുവരെ കണക്റ്റായ രാശികൾ. Give me some more cards, Divine. Give me some more cards for this group of people. ലാസ്റ്റ് ഗ്രൂപ്പുകാർക്ക് TUVWXYZ തുടങ്ങിയ അക്ഷരങ്ങളിലുള്ള പേരിൻ്റെ ഉടമയാണിവർ. ഇവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്ന് പറഞ്ഞു തരും. ദ ഫുൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞല്ലോ ഹെയറോഫൻറ്റിൽ കുറേയധികം റിസ്ക് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ വീണ്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്രബലമായിട്ട് തന്നെ കാണുന്നു. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളെ വന്ന് കാണണമെന്ന് അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സിൻ്റെയും 3 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ചിട്ട്. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ് ഞാൻ പറഞ്ഞില്ല, അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കോളോ മെസ്സേജോ എല്ലാം വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വളരെ പ്രബലമായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. സമ്മോ കാർഡ്സ് ഇവിടെ ഇപ്പോൾ കണക്ട് ആയത് മേഡം, ഏരീസ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, പെൻഡക്കിൾസ് ടോറസ് വിർഗോ കാപ്രിക്കോൺ, വീൽ ഓഫ് ഫോർച്യൂൺ. എല്ലാ തടസ്സങ്ങളും മാറി ഒരു നല്ല സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാശി ഇല്ല. നിങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെ കാണാനായിട്ട് ഇവർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരുടെ ലൈഫിൽ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ കണക്റ്റ് ആയത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങൻ, ധനു, ടോറസ് ഇടവ രാശി. 2 more cards, Divine. Please give me 2 more cards. The Sun. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രകാശം പരത്തുന്ന വ്യക്തിയാണെന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, എന്ത് പ്രശ്നങ്ങളിൽ അവർ പെട്ട് കിടക്കുമ്പോഴും നിങ്ങൾ ഒരു താങ്ങും തണലുമായിട്ട് അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ആ സ്നേഹം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളിന്ന് അവരുടെ കൂടെ വേണം ആ പ്രകാശമായിട്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് പ്ലീസ്. 5 ഓഫ് കപ്സ്. ഭയങ്കരമായിട്ടൊരു മിസ്സിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെ ഓർത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ലാസ്റ്റിലത്തെ ഇത് പറഞ്ഞില്ല. സണ്ണ് വെച്ചിട്ട് ലിയോ, ചിങ്ങരാശി, കപ്സ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റീഡിങ് നമ്മളുടെ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ദയവായി സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. വേറെ എന്താണ്, പിന്നെ ഒരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.